ദക്ഷിണേഷ്യൻ ചതുരംഗ കളത്തിൽ കരുനീക്കങ്ങൾ മുറുകുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. കേൾക്കുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമായി തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിൽ വലിയൊരു പവർ ഗെയിം തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ ബോംബിങ്ങിന് ലോകശക്തിയായ അമേരിക്ക പച്ചക്കൊടി കാട്ടിയപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഇന്ത്യ ഉയർത്തുന്ന പ്രതിഷേധം ലോകശക്തികളെ പോലും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ഈ അക്രമം എന്തിനായിരുന്നു? പാകിസ്ഥാൻ ശരിക്കും ഭീകരവാദത്തെയാണോ ഭയക്കുന്നത്, അതോ സ്വന്തം രാജ്യത്തെ ആഭ്യന്തര തകർച്ച മറച്ചുവെക്കാൻ നടത്തുന്ന ഒരു ഡൈവേർഷൻ തന്ത്രമാണോ ഇത്? നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പക്തിക പ്രവിശ്യകളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. അവരുടെ ലക്ഷ്യം TTP അഥവാ തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയായിരുന്നു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന ഈ ഗ്രൂപ്പിന് അഫ്ഗാൻ താലിബാന്റെ പിന്തുണയുണ്ടെന്നാണ് ഇസ്ലാമാബാദിന്റെ പരാതി. ഏകദേശം 70 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊന്നാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും നിഷ്കളങ്കരായ സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ഈ നീക്കം താലിബാൻ ഭരണകൂടത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കടന്നുകയറ്റമാണ് എന്നാണ് താലിബാന്റെ മറുപടി. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഭീകരവാദത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ട് എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. വർഷങ്ങളായി അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പിന്റെ പുതിയൊരു വേർഷനാണിത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയെങ്കിലും അവിടെയുള്ള ഐസിസ് പോലുള്ള ഗ്രൂപ്പുകളെ നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും പാകിസ്ഥാന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അക്രമത്തെ അമേരിക്ക ഒരു സെൽഫ് ഡിഫൻസായി കാണുന്നത്. എന്നാൽ ഇത് മേഖലയിലെ സമാധാനത്തിന് ഗുണകരമാണോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതേസമയം ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തവും ശക്തവുമാണ്. പാകിസ്ഥാന്റെ നടപടിയെ ഇന്ത്യ അതിശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റമദാൻ മാസത്തിൽ സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ തുറന്നടിച്ചു. ഒരു രാജ്യത്തിന്റെ സുവേർണിറ്റി, പരമാധികാരത്തെ മാനിക്കാത്ത ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യ ഇതിനെ മറ്റൊരു ആംഗിളിലൂടെയും കാണുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ്. രാജ്യത്തിനുള്ളിൽ ജനങ്ങൾ തെരുവിലാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പുറത്തൊരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നത് പാകിസ്ഥാൻ പണ്ടേ പയറ്റുന്നൊരു ഓൾഡ് സ്ട്രാറ്റജിയാണ്. സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരന്റെ പറമ്പിൽ ബോംബിടുന്നത് എന്ത് ന്യായമാണെന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ഇന്ത്യ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ഭീകരവാദത്തിന് നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള വേർതിരിവില്ല. തങ്ങളെ ആക്രമിക്കുന്നവരെ ഭീകരവാദികളെന്നും ഇന്ത്യയെ ആക്രമിക്കുന്നവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും വിളിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ കാണുന്നത് ഒരു വികസന പങ്കാളിയായിട്ടാണ്. അവിടെ ഡാമുകളും പാർലമെന്റും നിർമ്മിക്കാൻ ഇന്ത്യ സഹായിക്കുമ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് ബോംബുകൾ അയക്കുകയാണ്. ഈ രണ്ട് സമീപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഏവർക്കും വ്യക്തമാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. താലിബാൻ സൈന്യം അതിർത്തിയിൽ കൂടുതൽ പീരങ്കികൾ വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ അഫ്ഗാൻ ഭരണകൂടം നീക്കം നടത്തുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനിലെ പുതിയ സർക്കാർ സാമ്പത്തിക സഹായത്തിനായി IMF-നെ സമീപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം മുഖം തുറക്കുന്നത് അവർക്ക് താങ്ങാനാവില്ലെന്നും നിരീക്ഷകർ പറയുന്നു. ചുരുക്കത്തിൽ തോക്കുകളും ബോംബുകളും കൊണ്ട് ഭീകരവാദത്തെ നേരിടാമെന്ന് കരുതുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടും മാത്രമേ ഏത് പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇന്ത്യയുടെ കടുത്ത നിലപാട് ലോകത്തിന് നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ്. നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും മുകളിൽ ഒരു രാഷ്ട്രീയ താൽപര്യവും നിലനിൽക്കില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.